الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. റാബിത്ത എന്ന സ്ത്രീ, അവര് ബനു തമീം ഗോത്രക്കാരിയായിരുന്നു. ജഅറാന എന്ന പ്രദേശത്താണ് അവർ ജീവിച്ചിരുന്നത്. ഈ സ്ത്രീയുടെ ജീവിതം മണ്ടത്തരത്തിന്റെയും വിഡ്ഢിത്തത്തിന്റെയും ഉപമയായിട്ടാണ് വിശുദ്ധ ഖുർആൻ പോലും പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അവളും അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ജോലിക്കാരികളും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കും. എന്നിട്ട് അവസാനം വൈകുന്നേരം നെയ്തത് അവർ തന്നെ തിരിച്ച് പഴയതുപോലെയാക്കും. പിരിയുമ്പോൾ അവർ പറയും, നമുക്ക് നാളെ ശരിക്ക് ചെയ്യാം, ഇന്ന് ചെയ്തത് ശരിയായിട്ടില്ല. ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. നിങ്ങളൊരിക്കലും ആ നെയ്ത്തുകാരി പെണ്ണിനെ പോലെ ആകരുത്. അവരെല്ലാം ഏറ്റവും ശരിയായ രീതിയിൽ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അതെല്ലാം ഉടച്ചു കളയുന്നവരാണ് എന്ന പ്രയോഗം ഈ സ്ത്രീയെക്കുറിച്ചാണ്. വിശുദ്ധ റമദാൻ അതിന്റെ എല്ലാ പൂർണ്ണ ഭംഗിയിലും 29 ദിവസം നമുക്ക് ലഭിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഈദിൽ പങ്കെടുത്തു. ഈദിന്റെ ദിവസം കൂടുതൽ പ്രതിജ്ഞകൾ എടുത്തു. ഇനി വീണ്ടും ജീവിതം ഒരു പഴയ ക്രമത്തിലേക്കും പഴയ രീതിയിലേക്കും പോകുന്നത് ഈ പെണ്ണിനെ പോലെയായിരിക്കും, അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ പ്രവൃത്തിയെ പോലെയായിരിക്കും അവരുടെ ജീവിതം എന്നാണ്. അതുകൊണ്ട് തന്നെ റമദാനിന്റെ ദിനങ്ങളിൽ നമുക്ക് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. ഏകദേശം കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളൊക്കെ ഒരേപോലെ പറഞ്ഞൊരു കാര്യമാണ്, എന്ത് നല്ല ചൂടായിരുന്നു. പക്ഷെ നോമ്പിനെ അതൊന്നും ബാധിച്ചിട്ടില്ല. വളരെ പ്രായം ചെന്ന രോഗിയായ ഒരാളെ കഴിഞ്ഞ ദിവസം ഫോണിൽ നമ്മുടെ ഒരു ലൈവ് പ്രോഗ്രാമിൽ കിട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാനെല്ലാം നോമ്പ് എടുത്തു അൽഹംദുലില്ലാ. 2-3 നോമ്പ് നോറ്റതിന്റെ ശേഷമാണ് ഡോക്ടറെ അടുത്തേക്ക് പോയത്. അപ്പൊ ഡോക്ടർ ഗുളിക ഒഴിവാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഗുളികന്റെ സമയം മാറ്റി ഞാൻ എടുത്തു, ഒരു പ്രശ്നവും തോന്നിയില്ല എന്നാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, റബ്ബ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യവും ഒക്കെയാണ്. പുറത്ത് എന്തുമാത്രം ചൂടുണ്ട്, വല്ലാത്ത ദാഹവും ബുദ്ധിമുട്ടൊക്കെ. പൊതുവെ വളരെ ഫീൽഡിൽ പൊരുവെയിലത്ത് പണി ചെയ്യുന്ന ആളുകളുണ്ട്, അവരെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. അവർക്കൊക്കെ അള്ളാഹു ഏറ്റവും അർഹമായ രീതിയിൽ അവർക്ക് അവരുടെ നോമ്പിന്റെ പുണ്യം കൊടുക്കുമാറാകട്ടെ. ഒരുപക്ഷെ അങ്ങനെയൊക്കെ പകൽ അധ്വാനിച്ച ആളുകൾക്ക് രാത്രിയിലെ ഖിയാമുൽ ലൈലിൽ രാത്രി നിസ്കാരത്തിലൊന്നും അത്ര തന്നെ ശ്രദ്ധിച്ചൊന്നും നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിന്റെ പേരിൽ
അവർ സങ്കടപ്പെടേണ്ടതില്ല. പടച്ചവനുടെ അഫുവിനെ മാത്രം പറഞ്ഞാൽ മതി, അള്ളാഹു അവരുടെ അടുത്ത് സ്വീകരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നത്തെ ദിവസം ചിന്തിക്കേണ്ടത്, നോമ്പൊരു പരിശീലന ദിനങ്ങളായിരുന്നു. ഖുർആൻ അതിനെ അങ്ങനെയാണ് കണ്ടത്. ഒക്കെ ഒന്ന് ചിട്ടപ്പെടുത്താൻ നമ്മളെ സക്കാത്തൊക്കെ ഒന്ന് കണക്കൂട്ടി കൊടുത്തു. നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ള ഒരു ശുദ്ധീകരണം ഫിത്ർ സക്കാത്ത് വഴി നമ്മുടെ ആത്മാവിന്റെ ശുദ്ധീകരണം നിർവഹിച്ചു. കുറെ നിസ്കാരങ്ങൾ എല്ലാ വക്തും പള്ളിയിൽ തന്നെ ജമാഅത്തായി നിർവഹിച്ച 10,000-കണക്കിന് മനുഷ്യന്മാരുണ്ട്. ചില ആളുകൾക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടു. എന്നാലും മുമ്പുണ്ടായിരുന്നത് വ്യത്യസ്തമായി ജമാഅത്ത് എന്നുള്ളൊരു പെടച്ചില് മനസ്സിന്റെ ഉള്ളിൽ എവിടെ ഒന്ന് കയറിയിട്ടുണ്ട്, അല്ലെ? സ്വതക്കകൾ കൊടുത്തു. അങ്ങനെ വല്ലാത്തൊരു ആത്മീയ നിർവൃതി ഉണ്ടായിരുന്നു. നോമ്പ് പിരിയുമ്പോ ഒരു വല്ലാത്ത സങ്കടം നമുക്കുണ്ടായിരുന്നു. അതിനി അടുത്ത റമദാൻ ആകുമ്പോൾ വരിക എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് 9 കാര്യങ്ങളാണ് സമയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയാൻ ശ്രമിക്കുന്നത്. സമയമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് നിർത്തുകയും ഇല്ലെങ്കിൽ ബാക്കി പിന്നീട് തുടരുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നോമ്പിന്റെ എല്ലാ ഗുണങ്ങളും അതേപോലെ നിലനിർത്താനുള്ള വഴികൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ വഴികൾ നമ്മൾ സ്വീകരിച്ചാൽ മാത്രം നമുക്ക് യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹിയുടെ ഒരു വാചകം കാണാം, യമൻ വഫ റമളാന അല അഹ്സനി ഹാലിൻ. റമളാനിനെ ഏറ്റവും ശരിയായ വിധത്തിൽ അനുഷ്ഠിച്ച മനുഷ്യ ലാ തഗ്തറന്ന ലാ തതഗയ്യറന്ന ബഅദ ഫി ശവ്വാൽ. ശവ്വാലിലേക്ക് കടക്കുമ്പോൾ പിന്നെ നീ മാറരുത്. റമളാനിൽ നിന്ന് രാത്രി നിസ്കരിച്ചു, ശവ്വാലിൽ കിടന്നപ്പോ അതില്ല. റമദാനിൽ നിന്ന് നീ ജമാഅത്ത് നിർവഹിച്ചു, ശവ്വാലിലേക്ക് കിടന്നപ്പോ അതില്ല. റമദാനിൽ നീ സ്വതക്ക് കൊടുത്തു, ഇനി അടുത്ത റമദാൻ വരണം സ്വതക്ക് കൊടുക്കണമെങ്കിൽ. റമദാനിൽ നോമ്പനുഷ്ഠിച്ചു, ഇനി അടുത്തൊരു റമദാൻ വരണം നോമ്പനുഷ്ഠിക്കണമെങ്കിൽ എന്ന അവസ്ഥ നീ ഉണ്ടാകരുത്. മഹാരഥനായ ഒരു താബിഈ വര്യനോട് പറഞ്ഞു, അന്ന അഖ്വാമ യതഅബ്ബദൂന ഫി റമളാന വയസ്തഹിദൂന ഫിൽ അഅമാൽ. ആളുകളൊക്കെ പള്ളിയിൽ ഭയങ്കര സജീവാണ്, അവര് നല്ല ഇബാദത്തും നല്ല അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് വളരെ സജീവമാണ് എന്നൊരു താബിഈ വര്യനോട് ഒരാൾ പോയിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബിഅ്സൽ ഖൗമുൻ ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫി റമളാൻ. റമളാൻ മാസത്തിൽ മാത്രം അള്ളാഹിനെ ഓർമ്മ വരണം മനുഷ്യന്മാർ എത്ര മോശമാണ്. അതുകൊണ്ട് തന്നെ സലഫുകൾ പറഞ്ഞത് കാണാം, കുൻ അബ്ദൻ റബ്ബാനിയൻ, നീ റബ്ബിന്റെ അടിമയാകുക. വലാത്ത കുൻ അബ്ദൻ റമളാനിയൻ, നീ ഒരു റമളാൻ സ്പെഷ്യൽ അടിമയാകരുത്. അപ്പൊ നമ്മൾ റമളാൻ സ്പെഷ്യൽ അടിമകളായി പോകുന്ന ചില വിഷയങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ ചെറിയ സെക്കൻഡുകൾ കൊണ്ട് മനസ്സിൽ ഗുണിച്ചും ഗണിച്ചും എടുക്കാൻ പറ്റും. ഒരുപാട് ആലോചിക്കാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് റമളാനിന് തുടർച്ച ലഭിക്കുന്ന 8-9 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നിർവഹിച്ച കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള പ്രാർത്ഥനയാണ്. ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരും റബ്ബിനെ ഭയപ്പെടുന്നവരുമായ ജനവിഭാഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, വല്ലദീന യുതൂന മാ അതവ ഖുലൂബുഹും വജ്ല. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുന്നവരാണ്, പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഭീതിയുണ്ടാകും എന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു ഈ ഒരു ആയത്തിനെ കുറിച്ച്, അഹമുല്ലദീന യശ്റബൂനൽ ഖമറ വയസ്റഖൂൻ. നബിയെ, നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, അനുഷ്ഠിക്കുക, അതൊക്കെ ചെയ്തിട്ട് കൂട്ടത്തിൽ മോഷ്ടിക്കുന്ന അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ സാമ്പത്തിക രംഗത്തെ ചതികൾ ചെയ്യുന്ന മദ്യപിക്കുന്ന ആളുകളൊക്കെ കുറിച്ചാണോ അവർ നൽകുന്നുണ്ടെങ്കിലും അവർ ഭയപ്പെടുന്നവരാണെന്ന് പറഞ്ഞത് ഇവരെ കുറിച്ചാണോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, ലാ ബിൻതു സിദ്ദീഖ്, അല്ല, സിദ്ദീഖിന്റെ മോളെ, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പുത്രിയാണ് ആയിഷ ബീവി, സിദ്ദീഖിന്റെ മോളെ അങ്ങനെയല്ല. അല്ലദീന യസൂമൂൻ, അവർ നോമ്പ് നോൽക്കുന്നുണ്ട്, വയുസല്ലൂൻ, അവർ നിസ്കരിക്കുന്നുണ്ട്, വയതസദ്ദഖൂൻ, അവർ സ്വതക്ക കൊടുക്കുന്നുണ്ട്, വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും, വയതസദ്ദഖൂൻ, അവർ സ്വതക്ക കൊടുക്കുന്നുണ്ട്, വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും, അവരെടുത്തുനിന്ന് അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള ഭയമാണ് അവർക്കുള്ളത്. അവരെടുത്തുനിന്ന് അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള ഭയമാണ് അവർക്കുള്ളത്. നോമ്പ് നോൽക്കും, നിസ്കരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ അവരെടുത്തുനിന്ന് അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള വിഷയമാണുള്ളത്. അപ്പോ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? പടച്ചോനെ അല്ലാഹുമ്മ തഖബ്ബൽ മിന്ന, പടച്ചോനെ ഞങ്ങളെടുത്ത് നീ സ്വീകരിക്കണേന്ന് പ്രാർത്ഥിക്കലാണ്. അതുകൊണ്ടാണ് നോമ്പിന്റെ പെരുന്നാളിന്റെ ആശംസ പോലും തഖബ്ബൽ അല്ലാഹു മിന്ന വമിൻകും, നിങ്ങളെടുത്തൊന്നും നമ്മളെടുത്തൊന്നൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാക്കിയത്. ഈദ് മുബാറക് എന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല. ഈദ് മുബാറക് എന്നുള്ള വാക്ക് പ്രയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല. അത് റസൂലുള്ള പഠിപ്പിച്ചതാണെന്നൊന്നും വിചാരിക്കാതിരുന്നാൽ മതി. മനസ്സിലായില്ലേ? ഈദ് ആശംസകൾ എന്ന് മലയാളത്തിൽ എഴുതുന്നതിന് പകരം ഈദ് മുബാറക് എന്ന് എഴുതുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല. എന്നാൽ റസൂലുള്ളാഹി ഇങ്ങനെ തന്നെ ഇത് പരസ്പരം ഓർമ്മിക്കാനും ഓർക്കാനും വേണ്ടിയാണ് ഇത് കൃത്യമായി പഠിപ്പിച്ചത്. മാത്രല്ല, സലഫുകളിൽപ്പെട്ട ചില ആളുകൾ അവര് ഇനഹു യൗമു ഫറഹിൻ വ സുറൂർ, ഇന്ന് സന്തോഷത്തിന്റെയും ഒക്കെ ദിവസമല്ലേ എന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഈ വാചകം ചേർക്കപ്പെട്ടത് കാണാൻ കഴിയും.
അദ്ദേഹം ഇങ്ങനെ പള്ളിയിലിരുന്ന് കരയാണ്, മുസല്ലയിലിരുന്ന് കരയാണ്. ഈദ് മുസല്ലയിലിരുന്ന് അദ്ദേഹം ഇങ്ങനെ കരയുമ്പോ, ഇന്ന് സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെ ഒക്കെ ദിവസമല്ലേ, ഇന്നും നിങ്ങൾ കരയാണെന്ന് വെച്ചപ്പോ അദ്ദേഹം അതിന് കൊടുത്ത ഉത്തരം, സദഖ്തും, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, ഇത് സന്തോഷത്തിന്റെ ദിവസമാണ്. വലാകിൻ അബ്ദുൻ വലാകിന്നി അബ്ദുൻ, ഞാനൊരു അടിമയാണ്. അമറനി മൗലായ അൻ അഅമല ലഹു അമലൻ, എന്റെ റബ്ബനോട് കുറെ കാര്യം ഈ റമദാൻ മാസത്തിൽ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഫലാ അദ്രി അയുഖബ്ബലുഹു മിന്നി അംല, അള്ളാഹു അത് എന്നിൽ നിന്ന് സ്വീകരിക്കോ അല്ലേ എന്നുള്ള ഭയം എനിക്കുണ്ട്. അത് ഓർക്കുമ്പോ എനിക്ക് പേടിയാകുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മള് കാലിൽ ഇങ്ങനെ ഒരു കാല അഡ്ജസ്റ്റ് ചെയ്ത് മറ്റേ കാലം അഡ്ജസ്റ്റ് ചെയ്ത് പല രോഗമുള്ള ആളുകളൊക്കെ വളരെ കഷ്ടപ്പെട്ട് നിർവഹിച്ച നോമ്പും അവരവരുടെ പട്ടിണി, അവരുടെ പകലിൽ ഇപ്പൊ ഫീൽഡ് വർക്കിനൊക്കെ പോണ ആളുകൾ ഈ സദസ്സിൽ പോലും ഇരിക്കുന്നുണ്ട്. അവരുടെ കഷ്ടപ്പെട്ട പകലിലെ നോമ്പൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഉള്ളതിൽ നിന്ന് നുള്ളിപ്പൊറുക്കി എടുത്തു കൊടുത്ത സ്വതക്കുണ്ട്, ഇതൊക്കെ റബ്ബ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഇതിൽ മുൻഗാമികൾക്ക് ഭയമുണ്ടായിരുന്നു എന്നാണ്. ഒരു മഹാപണ്ഡിതൻ പറഞ്ഞു, എനിക്ക് ദുന്യാവ് മുഴുവൻ തരാന്ന് പടച്ചോൻ പറയാണ്, ഞാൻ ചെയ്ത നിസ്കാരത്തിൽ ഏതെങ്കിലും 2 റക്അത്ത് സ്വീകരിച്ചോ ഇല്ലേ എന്ന് പറഞ്ഞു തരാമെന്നും പറയണമെങ്കിൽ ഞാൻ ആ 2 റക്അത്ത് സ്വീകരിച്ചോ ഇല്ലേന്ന് എനിക്ക് അറിഞ്ഞാൽ മതി, എനിക്ക് ദുന്യാവ് മുഴുവൻ വേണ്ടാന്നാണ് പറയാ എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഒന്നാമത്തെ കാര്യം അതാണ്, നമ്മളൊക്കെ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ റമദാൻ, അല്ലാഹുവേ റമദാൻ ഞങ്ങളുടെ അടുത്ത് നിന്ന് സ്വീകരിക്കണേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിർവഹിച്ചതിന്റെ സ്വീകാര്യത ഉറപ്പുവരുത്തലാണ് ഒന്നാമത്തെ കാര്യം. 2, ഇത് നിലനിന്ന് കിട്ടാനുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ എത്ര ആൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലെ? ലോകത്ത് കോടിക്കണക്കിന് വിശ്വാസികളിൽ, നോമ്പനുഷ്ഠിച്ചവരിൽ എത്ര ആളുകൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും? എന്ത്, പടച്ചോനെ എനിക്ക് ഈ റമദാൻ മാസത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉണർവും ഒരു ഉഷാറും ഒക്കെ ഉണ്ട്, അതെനിക്ക് നീ നിലനിർത്തി തരണേ എന്ന് എത്ര പേർക്ക് സുഹൃത്തുക്കളെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും? നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ഒരു പ്രാർത്ഥന, ഇത് റമദാനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നുമല്ല, ഏത് കാലത്തേക്കുള്ളതാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. പടച്ചോനെ, ഞങ്ങൾ ഹിദായത്തിൽ എത്തിയതിന്റെ ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ മാറ്റിമറിക്കല്ല റബ്ബേ. അപ്പൊ അങ്ങനെ ഈ ഒരു റമദാൻ മാസത്തിന്റെ മാനസികാവസ്ഥയും അതിൽ കൂടുതൽ മെച്ചപ്പെട്ട മാനസിക നിലയും ജീവിതത്തിൽ കിട്ടാനുള്ള പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളുടെ മഹത്വം മനസ്സിലാക്കലാണ്. രാത്രി നിസ്കാരം റമദാനിൽ മാത്രം ചെയ്യൂ, സ്വതക്ക റമദാനിൽ മാത്രം ചെയ്യൂ, സുന്നത്ത് നിസ്കാരങ്ങൾ മുൻപും പിൻപും ഒക്കെ നിർവഹിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളിൽ റമദാൻ മാസത്തിൽ മാത്രം കൃത്യത. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ജീവിതത്തിൽ സ്ഥിരമായി ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ സ്ഥിരമായി ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. അത് സ്ഥിരമായി ഉണ്ടായുള്ള നേട്ടം എന്താണ്? സ്ഥിരമായാൽ ഉണ്ടാകുന്ന 3-4 നേട്ടങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കൊടുത്ത ബാബ് തന്നെ എങ്ങനെയാണ്? ബാബു അഹബ്ബുദ്ദീനി ഇലല്ലാഹി അദ്വമുഹു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ എന്താ? സീസണൽ ആളാകലല്ല, സ്ഥിരമായി ജീവിതത്തിൽ ഉണ്ടാകലാണ്. കർമ്മങ്ങൾ സ്ഥിരമായി ജീവിതത്തിൽ ഉണ്ടാകുന്ന ദീനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതല്ലാതെ ഒരാൾ പെട്ടെന്ന് സജീവമായി കുറെ കാര്യം ചെയ്യുന്നു, പിന്നെ കുറെ കാലം അയാളെ കാണൂല, പിന്നെ അയാൾ ഉണ്ട് പിന്നെ അയാൾ ഇല്ല, അങ്ങനത്തെ അവസ്ഥയല്ല വേണ്ടത്. ഒരു വലിയ സംഖ്യ എടുത്തിട്ട് ഒന്നിച്ച് ഒരു തവണ കൊടുക്കും, പിന്നെ 5 കൊല്ലത്തിനൊരു സ്വതത്വം കൊടുക്കൂല, അന്ന് ഞാൻ വലിയൊരു പൈസ കൊടുത്തതാണ് അല്ലെ, അത് മതി എന്ന് വിചാരിക്കുന്ന ആളെ അല്ല അള്ളാഹുവിന് ഇഷ്ടം എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഷ്ടം ആരാണ്? ഒന്ന്, സ്ഥിരമായി നമ്മളുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായാലുള്ള നേട്ടം. അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ് എന്ന് വെച്ചപ്പോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാന്ന് വെച്ചപ്പോ അദ്വമുഹു, സ്ഥിരതയുള്ളതാണ് എന്ന മറുപടി. 2, റസൂലുള്ളാഹിക്കും അങ്ങനെ തന്നെയാണ്. അയ്യുൽ അമലി കാന അഹബ്ബു ഇലൻ നബി, നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു അദ്ദായിം, സ്ഥിരമായി ചെയ്യുന്നതായിരുന്നു. മൂന്നാമത്തത്, അമല് ചെയ്യാനുള്ള സന്നദ്ധത ഉണ്ടാകുന്നതാണ്. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് നാം എന്ത് ചെയ്യും? നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് നമ്മൾ കൂടുതൽ ചെയ്യാനുള്ള അവസ്ഥ കൊടുക്കും. നമുക്കിപ്പോ ശരിക്കും എന്താ, ഒരു നിസ്കാരത്തിന്റെ മുമ്പ് ശേഷമൊക്കെ ഉള്ള ഈ 2 റക്അത്തൊക്കെ നിർവഹിക്കാൻ അത് വലിയ അധ്വാനായിട്ടാണ്. സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക അധ്വാനായിട്ടാണ്. പക്ഷെ പറ്റണില്ലല്ലോ അല്ലെ? പറ്റണില്ലല്ലോ. ഒരു 3-4 ആളും കൂടി ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കാണ്ട് ഈ പറയുന്നത്. ഇത് അങ്ങനെ പെട്ടെന്ന് തലയിൽ കയറില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പ്രത്യേക അറ്റൻഷൻ വിളിച്ചത് കേട്ടോ. എന്താണ് നമുക്കൊരു നമ്മളെ കയ്യിൽ നിന്ന് എന്താണ് ഒരാൾക്ക് സ്ഥിരമായി നമ്മളെ വീടിന്റെ അടുത്ത് മരുന്ന് കഴിക്കുന്ന ഒരു കുടുംബം ഉണ്ടെന്ന് വിചാരിക്കുക. ആ കുടുംബത്തിന് ദൂരെ ദിക്കുന്ന ആരൊക്കെയോ പൈസയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഞമ്മക്ക് എന്താ 150 റുപ്യ കൊടുക്കാൻ പറ്റാത്തത്? ഇല്ലായിട്ടാ? കയ്യിൽ 150 ഇല്ലായിട്ടാ? 50 റുപ്യ എല്ലാ മാസം കൊടുക്കാൻ പറ്റാത്ത എന്താ? അല്ലെങ്കിൽ നമുക്ക് എന്താ രാത്രി നിസ്കരിക്കാൻ പറ്റാത്തത്? ഇവിടെ ഒരു തൗഫീഖിന്റെ വിഷയമുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കറിയണ എത്ര ദിക്റുകളുണ്ട്, ബിസ്മില്ലാ എന്ന് അറിയാഞ്ഞിട്ടാ. പക്ഷെ എന്താണത് വെള്ളം വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചെല്ലാൻ പറ്റാത്തത്?
അതാണ് ഈ ആയത്ത് പറഞ്ഞത്. വല്ലദീന ഇഹ്തദൗ ഹുദാ, നേർമാർഗം കിട്ടിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, വല്ലദീന ജാഹദൂ ഫീന, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ വഴികളിൽ നമ്മൾ കൂടുതൽ വെളിച്ചം കാണിക്കും. വയസീദുല്ലാഹു അല്ലദീന ഇഹ്തദൗ ഹുദാ, നേർമാർഗങ്ങൾ ലഭിച്ചവർക്ക് അല്ലാഹു അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ മറദ്ദ. എന്താ? നന്മകളാണ് ബാക്കി നിൽക്കുന്നത്, ബാക്കിയുള്ള എല്ലാ ഒച്ചയും അവസാനിക്കും. ഭൂമി വലിയ ആധാരം ഉണ്ടാവും, പെട്ടി കിടക്കുണ്ടാവും. ബാങ്കിൽ ചെക്ക് ബുക്കിൽ എഴുതിയെടുക്കാവുന്ന വലിയ ബാലൻസ് ഉണ്ടാവും, വലിയ വണ്ടി ഉണ്ടാവും, ഭയങ്കര വീടുണ്ടാവും. പക്ഷെ ഇതൊന്നും മയ്യത്തും കട്ടിലിന്റെ ഒപ്പം പോരൂല. അതിന്റെ ഒപ്പം വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ, ബാക്കിയാകുന്നത് അമലുകൾ മാത്രമായിരിക്കും. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഹിദായത്തിനെ വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നാണ്. ശരിക്കും സ്വബറാണല്ലോ അല്ലാത്തത്, അല്ലെ? നിസ്കാരം കഴിഞ്ഞാൽ ആകെയുള്ള ദിക്ർ എന്താ? ആകെ ഒരു 7-8 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ചെല്ലാവുന്ന ദിക്റേ മാക്സിമം ഉള്ളൂ. ഞാൻ എന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയണേ. പക്ഷെ നമ്മളിങ്ങനെ ചൊല്ലി പൗതിയാകുമ്പോ എവിടുന്നോ അൺസ്റ്റക്കാവും. പിന്നെ നമ്മളിങ്ങനെ എണീറ്റിട്ടാണ് പോകും, അല്ലെ? എന്താ അതിന്റെ കാരണം? ഒറ്റ കാരണമുള്ളൂ, പടച്ചോൻ അവിടെ ഒരു തൗഫീഖ് വെച്ചിട്ടില്ല. അപ്പൊ സ്ഥിരമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിലുള്ളവർക്ക് പടച്ചോൻ കൊടുക്കുന്നത് എന്താ? ലനഹ്ദിയന്നഹും സുബുലന, നമ്മളെ വഴിയിൽ പടച്ചോൻ അവന് കൂടുതൽ തൗഫീഖ് കൊടുക്കും. അപ്പൊ സ്ഥിരമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ നന്മകൾ ഇങ്ങനെ നമുക്ക് അറിയണ കാര്യങ്ങൾ തന്നെ ഉണ്ടാവും. ഇങ്ങനെ കുറെ ഇങ്ങനെ ചേർത്ത് വെച്ച ചില നീയത്തോണ്ട് മാത്രം എത്ര കൂലിയിട്ടുണ്ട്, നീയത്തോണ്ട് മാത്രം നമ്മൾക്ക് പലർക്കും ലിഫ്റ്റ് കൊടുക്കും. ആ ലിഫ്റ്റ് കൊടുക്കുമ്പോ എനിക്കൊരു കൂലി കിട്ടണല്ലേ എന്നെന്താ അവിടെ ചിന്തിക്കാൻ പറ്റാത്തത്? ചിന്തിച്ചാലേ കിട്ടുള്ളൂ കൂലി, വെറുതെ ലിഫ്റ്റ് കൊടുത്തോണ്ട് മാത്രം കിട്ടൂല. അതാ നീയത്തിന്റെ പ്രാധാന്യം വിശദമായി നമ്മൾ റമളാനിന്റെ മുമ്പുള്ള ഖുതുബയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇത് കിട്ടാനുള്ള സ്ഥിരത ഉണ്ടെങ്കിൽ, കുറച്ച് കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കിട്ടുന്ന മറ്റൊരു നേട്ടം അതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ചെയ്യാതെ തന്നെ കൂലി കിട്ടും എന്നുള്ളതാണ്. സ്ഥിരമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യാതെ തന്നെ കൂലി കിട്ടും. എന്താണ് എന്റെ കാരണം? ഇതാ മരിദൽ അബ്ദു ഔ സാഫറ, ഒരടിമ രോഗിയായി അല്ലെങ്കിൽ യാത്ര പോയി, കുത്തിബലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹ, അയാളെ നാട്ടിലുണ്ടായപ്പോ ചെയ്തതുപോലെ, ആരോഗ്യം ഉണ്ടായപ്പോ ചെയ്തതുപോലെ കിട്ടും. ഉദാഹരണം പറയാം, ഇവിടുന്ന് നമ്മൾ ഒരു 5 ദിവസം ട്രെയിനിലാണ് യാത്ര. എല്ലാ വക്തും ജമാഅത്തായി നിർവഹിച്ച വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിന്റെ സീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടിലല്ലാതെ ഒന്നും നടക്കൂല. പക്ഷെ അവിടെ അതൊരു ഫുൾ നിസ്കാരത്തിന്റെ കൂലി അതിന് കിട്ടും. അതിന് കിട്ടുന്നത് മാത്രമല്ല, ജമാഅത്തിന്റെ കൂലി തന്നെ കിട്ടും. ജമാഅത്തിന്റെ കൂലി തന്നെ കിട്ടും. വെറുതെ വേറൊരു ഉദാഹരണം പറയാം. എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ആക്സിഡന്റ് പെട്ട് 3 വർഷമാണ് അദ്ദേഹം കോമാ സ്റ്റേജിൽ കിടന്നത്. മരിച്ചിട്ടില്ല, ശ്വാസം ഉണ്ട്, പക്ഷെ ബോധമല്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ ബർക്കത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. പക്ഷെ 3 വർഷം അയാൾക്ക് കിട്ടിയ കൂലി എന്താ? എല്ലാ വക്തും ജമാഅത്ത് നിർവഹിച്ച കൂലി, എല്ലാ ഞായറാഴ്ചയും സ്കൂൾ ഓഫ് ഖുറാനിൽ പോയി ക്ലാസ് എടുത്ത് കുട്ടികളെ പഠിപ്പിച്ച കൂലി, എല്ലാ ദിവസവും മദ്രസ പോയ കൂലി, 3, 4, 5 മീറ്റിംഗിൽ എല്ലാ ആഴ്ചയിലും പങ്കെടുത്ത കൂലി, ആ 3 വർഷവും നോമ്പ് നോറ്റ കൂലി, ആ 3 വർഷവും ഈദ് മുസല്ലയിൽ പോയ കൂലി, എല്ലാ വെള്ളിയാഴ്ചയും ജുമായിൽ പോയ കൂലി. അതാണ് സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അങ്ങനത്തെ ഒരു നേട്ടവും കൂടിയുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, ഒരാൾ ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. മാമിൻ ഇംബിരിഇൻ തകൂനു ലഹു സ്വലാ ബില്ലൈൽ ഫഗലബഹു അലൈഹി നൗമുൻ ഇല്ലാ കതബല്ലാഹു ലഹു അജ്റ സ്വലാത്തിഹി വകാന നൗമു സദഖത്തുൻ അലൈഹി. ഒരു വ്യക്തി ഒന്നും രാത്രി നിസ്കരിക്കുന്ന ആളാണ്. അയാൾ ആ ദിവസം രാത്രി അയാൾക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, അയാൾ ഉറങ്ങിപ്പോയി എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെന്ന് പറയും? ഫുള്ള് നിസ്കരിച്ച ആളെ കൂലി അയാൾക്ക് കൊടുക്കും. ഫുള്ള് നിസ്കരിച്ച ആളുടെ കൂലി കൊടുക്കും എന്ന് മാത്രമല്ല, വീട്ടാനുള്ള അവസരവും അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരാൾ ഉറങ്ങിപ്പോയാൽ അയാൾക്ക് പകലിൽ നിസ്കരിക്കാം. നിസ്കരിക്കുമ്പോ ഫുള്ള് നിസ്കരിച്ച് 11 റക്അത്ത് ഫുള്ള് നിസ്കരിച്ച ആളാണെങ്കിൽ പകൽ നിസ്കരിക്കുമ്പോൾ 12 നിസ്കരിക്കണം. പ്രവാചകൻ പകൽ നിസ്കരിച്ചപ്പോ 12 നിസ്കരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ദിവസങ്ങളിൽ അങ്ങനെ തന്നെ നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും. ഒരാള് എന്നും രാത്രി ഓതന ഭാഗം ഓതാതെ ഉറങ്ങിപ്പോയി, അയാൾക്ക് ആ ഭാഗമാണെന്ന് വിചാരിച്ച് പകൽ അത് ഓതാൻ പറ്റും. അഥവാ വീട്ടാനുള്ള അവസരം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കിട്ടും. മാത്രല്ല, പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം സുഖത്തിലും ദുഃഖത്തിലും നന്ദിയുള്ള അടിമയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന്റെ പ്രാർത്ഥനയാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫുക ഫി ശിദ്ദ. നീ നിനക്ക് സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് പടച്ചോൻ അറിയുന്ന ഒരാളാകണം. അപ്പൊ എന്ത് ചെയ്യും? നിനക്ക് വിഷമം ഉണ്ടാകുമ്പോ പടച്ചോൻ നിന്നെ നല്ലോണം അറിയും. പടച്ചോനോട് നല്ലോണം വർത്താനം പറയണേ. എല്ലാ കാലത്തും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാ കാലത്തും വർത്താനം പറയുമ്പോ അതെന്റെ അടിമയാണ്, അല്ലേ? അതെന്റെ അടിമയാണ്, എന്റെ പ്രിയപ്പെട്ട അടിമയാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ നമ്മളെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുമെന്നാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ കഴിയും. അന്നൽ അബ്ദ ഇദ തഖല്ലാഹ വഹഫിള ഹുദൂദഹു,
വറഅ ഹുഖൂഖഹു ഫീ ഹാലി ഇർഖാഇഹി, ഒരു വ്യക്തി ഇദത്തഖല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിച്ചു, വഹഫിള ഹുദൂദഹു, അവന്റെ നിയമങ്ങൾ പാലിച്ചു, റഅ ഹുഖൂഖഹു, അവന്റെ അവകാശങ്ങൾ അതിനെ ശരിയായി പരിപാലിച്ചു, ഫി ഹാലി റഖാഇഹി, സന്തോഷത്തിന്റെ സമയത്ത്, ഫഖദ് തഅറഫ ബിദാലിക ഇലല്ലാഹ്, അതുവഴി അവൻ അല്ലാഹുവിലേക്ക് കൂടുതൽ അറിയുന്നവനും അടുക്കുന്നവനുമാവുകയാണ്. വസ്വാറ ബൈനഹു വബൈന റബ്ബിഹി മഅരിഫത്തുൻ ഖാസ, അവനും അവന്റെ റബ്ബിനും ഇടയിൽ ഒരു പ്രത്യേക പരിചയമുണ്ടാകും എന്നാണ്. ഒരു പ്രത്യേക പരിചയമുണ്ടാകും. ഫഅറഫഹു റബ്ബുഹു ഫി ശിദ്ദ, അപ്പൊ അവനൊരു വിഷമം വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വേഗത്തിൽ അറിയും എന്നാണ്. അപ്പൊ നമ്മള് 3 കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഒന്നെന്താ? റമളാനിന്റെ അതേ ചൈതന്യം നിലനിർത്താനുള്ള 8-9 കാര്യങ്ങളിൽ 3 പറഞ്ഞു. 1, ചെയ്തത് സ്വീകരിക്കാനുള്ള പ്രാർത്ഥന. 2, കിട്ടിയ മാനസികാവസ്ഥ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നിൽക്കാനുള്ള പ്രാർത്ഥന. 3, കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ സ്ഥിരമായി ഉണ്ടാകുക. രാവിലെ മുതൽ വൈകുന്നേരം മുതൽ രാവിലെ വരെയുള്ള സമയത്ത് എന്തൊക്കെ സംഭവിച്ചാൽ, വാപ്പ മരിച്ചെടുക്കണം, ഭാര്യ മരിച്ചെടുക്കണം, മോനേറ്റ് 25 ദിവസം ഐസിയുലാണ്, അങ്ങനെയൊക്കെ ആണെങ്കിലും സ്ഥിരമായിട്ടുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മോളെ കല്യാണത്തിന്റെ ദിവസമാണ്, ഒക്കെ ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് 3-ാമത്തെ പോയിന്റ്. 4-ാമത്തെ പോയിന്റ് എന്താ അറിയോ? ഫർളുകളിൽ കണിശത കാണിക്കുക. നിങ്ങൾക്കറിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ അഫ്തറൽതു അലൈഹി. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഫർളാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഫർളാണ്. ഫർള് കഴിഞ്ഞിട്ടേ പഠിച്ചോ സുന്നത്ത് ഇഷ്ടമുള്ളൂ. പല ഫർളുകളിലും വീഴ്ചകളുണ്ട്. അതെവിടൊക്കെയാണെന്ന് തപ്പിപ്പിടിച്ച് കണ്ടെത്തണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ മിമ്പർ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒരു മസ്അലയാണ് ജമാഅത്ത് നിസ്കാരത്തിന്റെ മസ്അല. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അത്തരം വിഷയങ്ങൾ വളരെ സജീവമായി ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പള്ളി തുടങ്ങിയ സമയത്ത് 3 ആൾ 4 ആളൊക്കെ ഇവിടെ ഉണ്ടാകുക. വലിയ തോഫീഖ് കിട്ടിയ 3-4 ആളുകളോട് ഇരിക്കുന്നുണ്ട് തുടക്കം മുതൽ എല്ലാ വക്തും. എന്നാൽ ഇപ്പൊ ഒരു സൊഫ ആള് അല്ലെ 1.5 സൊഫ ആളും ഒക്കെ നമുക്ക് ജമാഅത്ത് നിസ്കാരത്തിനുണ്ട്. ഈ ഒരു 20-22 മിനിറ്റ് കൊണ്ട് സ്കൂളിൽ നിന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് വന്ന് ഖുതുബ പറഞ്ഞ് തിരിച്ച് സ്കൂൾക്ക് പോകാനുള്ള പ്രേരകം എന്താ അറിയും? അതൊരു റിസ്കി വർക്കാണ്. പല കാരണം കൊണ്ട് റിസ്ക്കാണ്. നാടാണെന്നുള്ളത് മാത്രമൊന്നുമല്ല, പള്ളിയിൽ നമുക്ക് ഈ പള്ളിന്റെ ചുമതല ഉണ്ടെന്ന് മാത്രമൊന്നുമല്ല, അങ്ങനത്തെ ചില പങ്കുവെക്കലുകൾ മനുഷ്യർ നടത്തനാണ്. അത് ഗുണം ചെയ്തു എന്നുള്ള, അപ്പൊ അത് ഉപകാരമുണ്ട്, നമുക്ക് കൂലി കിട്ടുന്ന ഒരു പണിയാണ് നടക്കുന്നത് എന്നുള്ള തോന്നലാണ്. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒക്കെ. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ മനസ്സിൽ വെക്കണം, ശരിക്കും മനസ്സിൽ വെക്കണം. ജമാഅത്ത് നിസ്കാരം ശരിയായ ഒരുപാട് കാര്യം ശരിയായ. നിങ്ങൾ എന്തൊക്കെ തടസ്സം പറഞ്ഞാലും, നിങ്ങൾ ഷോപ്പുള്ള ഇവിടെ പലരും ഇങ്ങനെ കാണണ്ടേ, എനിക്ക് ഷോപ്പുണ്ട്, എനിക്ക് ആ ജോലി, ഒരു ജോലിയാണ് ജമാഅത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അഫ്വില്ല. ക്രമീകരിക്കാൻ പറ്റാത്ത ഒരു ജോലിയും നമുക്കില്ല. ഉണ്ടോ? ഒന്ന് പറഞ്ഞു തരുമോ നിങ്ങള്? ആ 10 മിനിറ്റ് ആ സമയം എന്ത് ചെയ്യുന്നറിയോ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസവും വണ്ടിന്റെ ഒരു പാർട്സ് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറിയപ്പോ എഴുതിച്ചു, നോമ്പ് പ്രമാണിച്ച് എഴുതിച്ചത് കണ്ടു, നോമ്പ് പ്രമാണിച്ച് 5 മണിക്ക് കട അടക്കും. ഒരു ബോർഡാണ്, അയാൾക്ക് വീട്ടിൽ എത്തണം, ഇഫ്താർ വേണം, അതാണ് എന്റെ സംഭവം. അതേപോലെ ജമാഅത്ത് നിസ്കാരത്തിന്റെ 10 മിനിറ്റ് ഇടവേള ഉണ്ടാകും എന്നവിടെ എഴുതിച്ച് ആർക്കും മനസ്സിലാവും. ആ പൈസ ഒരിക്കലും മുടങ്ങില്ല, വെറുതെ വിചാരിക്കണം. അത് എന്താ പറയുക, കുറെ പൈസ ഇട്ടല്ല, ഉള്ള പൈസയിൽ ബർക്കത്ത് ഉണ്ടാകാൻ ആവശ്യം. 25 കോടി ഉറുപ്പിക ഉണ്ടായിട്ട് എന്താ കാര്യം? പെട്ടെന്ന് രോഗം വന്നു, ഒരു ഇഞ്ചക്ഷന്റെ പൈസ 17 കോടിയാണ് പറഞ്ഞാൽ കഴിഞ്ഞില്ല, ഖലാസ്, അത്രേ ഉള്ളൂ. ആകെ ഡെയിലി 250 ഉറുപ്പിക കിട്ടണുള്ളൂ. വലിയ രോഗമോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ലൽക്ക് പോകാൻ പറ്റുന്നുണ്ട്. മക്കളുടെ ഒക്കെ ഒരു മനസ്സ് അതിന് അനുകൂലമാണ്. അത് മതിപ്പച്ചേ എന്നുള്ളൊരു മനസ്സാണ്. ഈ തവണ നമുക്ക് ഡ്രസ്സ് എടുക്കണ്ടപ്പാ എന്ന് വിചാരിക്കേണ്ട ഒരു മനസ്സാണ്. അത് കിട്ടിക്കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ, തീർന്നില്ലേ? അതുകൊണ്ട് ജമാഅത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചല്ല. അത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വൃത്തിയുള്ള ഒരു ലൈന് നമ്മളൊരു പാഞ്ഞു വരല്ല. നമ്മളെ മക്കളെയും കൂട്ടണം. എത്ര പ്രായമുള്ള മക്കളാണെങ്കിലും അവരെ വിളിക്കണം. ചൂടാകലല്ല, സ്നേഹപൂർവ്വം പറയണം, നീയും കൂടി വാടാ, നമുക്ക് പോവുക എന്ന് പറയണം. അല്ലേ? ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടി ശീലിപ്പിച്ചു കൊണ്ടുവരണം. പെണ്ണിന് ജമാഅത്തായി നിർവഹിക്കൽ ഫർദില്ല കേട്ടോ, അവർക്കത് പുണ്യമുള്ളൊരു കാര്യമാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇനി നോക്കൂ നിങ്ങൾ, 5-ാമത്തെ കാര്യം സുന്നത്തുകൾ വർദ്ധിപ്പിക്കലാണ്. സുന്നത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കുക. അപ്പൊ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകും, പറ്റണ സമയത്തൊക്കെ ചെയ്യണതും ഉണ്ടാകും. സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യം നമുക്ക് വേണം, അതിന്റെ പുറമെ പറ്റണ സമയത്ത് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാകണം. നോക്കൂ നിങ്ങൾ, എന്താണ് സുന്നത്ത് വർദ്ധിപ്പിക്കുമ്പോഴുള്ള ഗുണം? റബ്ബിന്റെ ഇഷ്ടം കൂടുതൽ കിട്ടുന്നതാണ്. ഒമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബുഹു. സുന്നത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മളോട് കൂടി ഇങ്ങനെ വരും. മറ്റൊരു കാര്യം എന്താ? അവസാനം തിന്മ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും. ഫൈദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദി യസ്മഉ ബിഹി.
ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവന്റെ കാതാകും. ബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വയദഹുല്ലതീ യബ്തുശു ബിഹാ, അവൻ പിടിക്കണ കയ്യ് ഞാനാകും. വരിജലഹുല്ലതീ യംശീ ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ തന്നെ അള്ളാഹു ആകുന്ന. ചില സൂഫികളൊക്കെ അതിന് വ്യാഖ്യാനിച്ചത് അനല്ലാ, ഞാൻ അള്ളേ എന്നുള്ളതിന് തെളിവായിട്ട് പറഞ്ഞതാ. ഇതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതൊന്നും കാണാൻ നമുക്ക് പറ്റിയല്ല. റമദാനിൽ ഈ പോയിന്റ് ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് എന്താ ബാർ ഹോട്ടൽ പറ്റാത്തത്? നമ്മൾ കള്ളു കുടിക്കണമെന്ന് എപ്പോഴെങ്കിലും ആലോചിക്കലുണ്ടോ? അത് പടച്ചോൻ തരുന്ന പ്രൊട്ടക്ഷനാണ്, നമ്മളെ കഴിവൊന്നുമല്ല. നമ്മളെ നിലപാട് പടച്ചോൻ തന്ന നിലപാടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നിനോടും ജീവിതത്തിൽ സമീപനം ഉണ്ടാകും. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ട കണ്ണുകൊണ്ടുള്ള തിന്മ പിന്നുണ്ടാകൂല, കൈകൊണ്ടുള്ള തിന്മ പിന്നുണ്ടാകൂല. അള്ളാഹു അതിനുള്ള അവസരമേ നമുക്ക് തരൂല. തിന്മകളിൽ ഇപ്പോ ഭയങ്കര പാട്ട്, ഇങ്ങനെ അടിപൊളി പാട്ട് ഇങ്ങനെ ഇരുന്ന് നമ്മളെ അടുത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കുലുങ്ങുന്നുണ്ടാവും, നമുക്കത് ഫീൽ ചെയ്യണേ ഉണ്ടാവില്ല. കാരണം എന്താ? ഇസ്ലാമികമായി മ്യൂസിക്കിനോടുള്ള അയാളുടെ സമീപനം അയാൾ ഹൃദയത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് രക്ഷപ്പെടാനുള്ള വഴി അയാൾ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും പടച്ചോൻ അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണം അയാൾക്ക് കൊടുക്കും. ഇനിയോ പ്രാർത്ഥനയ്ക്ക് ഉത്തരണ്ടെന്നാണ്. വല ഇൻ ഇസ്താദനി ലഉഇദന്നഹു, അവൻ എന്നോട് ശരണം തേടിയാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരം കൊടുക്കും എന്നാണ്. ഇനി സുഹൃത്തുക്കളെ, ആറാമത്തെ കാര്യം എന്താ അറിയോ? നോമ്പിന്റെ ചില ശീലങ്ങളുണ്ട്, അത് നമ്മൾ തുടരണം എന്നുള്ളതാണ്. അതിലൊന്ന് രാത്രി നിസ്കാരമാണ്. എന്താണ്? ഫർള് നിസ്കാരം കഴിഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം പിന്നെ ഏതാ? രാത്രി നിസ്കാരമാണ്. അതിൽ തന്നെ ഏറ്റവും അഫ്ളൽ എപ്പോഴാ? ഫി ജൗഫിൽ ലൈൽ, രാത്രിയുടെ മധ്യഭാഗത്താണ്. പലപ്പോഴും 12:30-1 മണിയൊക്കെ ആയിട്ടാ പലരും ഉറങ്ങല്. പല ദിവസങ്ങളും ചില ആളുടെ ജോലിയുടെ ഒരു പ്രകൃതം, വീടിന്റെ ഒരു അവസ്ഥ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, എനിക്കറിയാം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓലൊന്നും ഉറങ്ങി കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല പണിയാണ്. ഓല നമ്മൾ ഇരിക്കട അടക്കട നടക്കടാറിന് ഉറക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ പറ്റൂല എന്ന് ആവർത്തിച്ച് പറയുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അവിടെ നമുക്ക് എന്തായാലും പറ്റൂല. അപ്പോ നല്ല സോപ്പിട്ട് നല്ല വർത്താനം പറഞ്ഞ് ഒക്കെ ഒന്ന് ഉറക്കി കിട്ടുമ്പോഴത്തേന് സമയം എടുക്കും. നമ്മൾ കിടക്കുമ്പോഴത്തേന് ഏകദേശം അർദ്ധരാത്രി ആയിട്ടുണ്ടാവും. അപ്പൊ നിസ്കരിച്ചാൽ മതി, അഫ്ളലാണത്. എന്നാൽ രാത്രിയുടെ 1/3, ഒരു 3 മണി 3:30 ആകുമ്പോഴോ അത് അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. അപ്പൊ പല സമയത്ത് നമുക്ക് നിസ്കരിക്കാം. ഒരു ദിവസം നമുക്ക് തോന്നുകയാണ് ഇന്ന് രാവിലെ ഉണരൂലട്ടോ എന്ന് തോന്നി അപ്പൊ നിസ്കരിച്ചാൽ മതി. നമ്മൾ പനിയൊക്കെ മാറി നമ്മൾ ഒരു രാത്രി 9:45 ഉറങ്ങാണ്, അപ്പൊ 3 റക്അത്ത് നിസ്കരിച്ചാൽ മതി, 5 റക്അത്ത് നിസ്കരിച്ചാൽ മതി. സാധിക്കാത്ത ഒന്നല്ല എന്നാണ് ഞാൻ പറയുന്നത്. സാധിക്കും നമുക്ക്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതാ പ്രശ്നം. അത് ഓർമ്മയ്ക്ക് വരണം, അതിനൊരു സബർ വേണം. അത് കിട്ടണമെങ്കിൽ സ്ഥിരമായ നന്മകൾ ജീവിതത്തിൽ ഉണ്ടാകണം. നോക്കൂ, നിങ്ങൾ അബൂ ഉമാമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അലൈക്കും ബി ഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നിസ്കരിക്കുന്നവരാകണം. ഫഇന്നഹു ദഅബുസ് സാലിഹീൻ, അത് സച്ചരിതരുടെ വഴിയാണ്. ഖബലക്കും, നിങ്ങളുടെ മുമ്പുള്ള. വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, റബ്ബിലേക്ക് അടുപ്പം കിട്ടുന്ന കാര്യമാണ്. മുകഫറത്തുൻ ലിസയ്യിആത്ത്, പാപങ്ങൾ പുറത്തു തരുന്ന കാര്യമാണ്. മൻഹാത്തുൽ ലിൽ ഇസ്മി, പാപങ്ങളിൽ നിന്നിങ്ങനെ അണകെട്ടുന്ന കാര്യമാണ്. തിന്മ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പോ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻ ജീവിതത്തിലുള്ളവര് അവരോട് നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം അത് രാത്രി നിസ്കരിക്കുക, എന്നിട്ട് നല്ലോണം പ്രാർത്ഥിക്കുക. അപ്പൊ പടച്ചോൻ എന്തേലും അങ്ങനത്തെ ഒരു മാനസിക നില ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തകുൻ മിസ്ല ഫുലാനിൻ, നീ ഒരാളെ പോലെ ആകരുത്. അയാൾ രാത്രി എണീക്കും, എന്നിട്ട് ഉറങ്ങാൻ നിസ്കരിക്കാതെ കിടക്കും, മൂത്രമൊക്കെ ഒഴിച്ച് സ്വസ്ഥമായിട്ട് കടന്നു. ചില ആൾക്കാർ വിചാരിക്കും തരും, ഇനിയിപ്പോ ഞാൻ ഒന്നു കൊടുത്താൽ എനിക്ക് ഉറക്കം പോകും, പിന്നെ ഉറക്കം കിട്ടൂല. ഈ ഉറക്കം കിട്ടൂല എന്നുള്ളതൊരു ഭീതിയോടെ വിചാരിക്കണ കുറെ മനുഷ്യന്മാരുണ്ട്, അല്ലെ? ഉറക്കല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര പരീക്ഷണമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഉറക്കം ഉണ്ടാകാനുള്ള വഴി എന്താ? ഉറക്കം ഉണ്ടാകാനുള്ള കുറെ വഴിയുണ്ട്. ഇസ്ലാമികമായ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ അതിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോണില്ല, മറ്റൊരു ദിവസം മറ്റൊരു സമയം നമുക്ക് പറയാം. ഉറക്കം കിട്ടും, സ്വസ്ഥമായ ഉറക്കം നമുക്ക് കിട്ടും. നമുക്ക് 10 മണിക്കൂർ എല്ലാവരും ഉറങ്ങണമാതിരി ഉറങ്ങണം എന്ന് വിചാരിക്കരുത്. ഉറക്കം വരാത്തൊരു നേരത്ത് അതിനെ ഇബാദത്താക്കി മാറ്റുന്നതോടുകൂടെ മനസ്സൊന്ന് തണുത്ത ശരീരം അടങ്ങും സുഹൃത്തുക്കളെ. എന്താ സംശയം? ഒരു ബേജാർ ആവശ്യമല്ല. അത് കൃത്യമായ ജീവിത ബോധ്യത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന ആളുകളുണ്ട്. അപ്പോ ഒന്നതാണ്, നോമ്പിന്റെ ശീലങ്ങളിൽ ഒന്നതാണ്. രണ്ടാമത്തെ എന്താ പറയുക, സുന്നത്ത് നോമ്പുകളാണ്. ഇപ്പോ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പെരുന്നാൾ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിരുന്നു, മൻ സ്വാമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, ശവ്വാൽ മാസത്തിലെ 6 നോമ്പുകൾ കാന കസിയാമിദ് ദഹർ, അതുകൂടി നോറ്റാൽ വർഷം മുഴുവൻ നോറ്റവനെ പോലെയാണെന്ന്. ഒരു കൊല്ലം മുഴുവൻ നോറ്റവനെ പോലെയാണ്. പക്ഷെ നമ്മള് അവിടെ ഇവിടെയൊക്കെ സൽക്കാരം ഉണ്ടാകും, ആദ്യത്തെ 2 ദിവസമൊക്കെ അങ്ങനെ പോകും, പിന്നെ കയ്യിൽ നിന്ന് പോകലാണ്. അപ്പൊ അത് 6 അടുപ്പിച്ച് നോൽക്കലാണ് ഏറ്റവും അഫ്ളലായ രൂപം.
എന്നാൽ ഈ ചൊവ്വാലിന്റെ ഉള്ളിൽ നിന്ന് 6 നോറ്റാലും മതി. പക്ഷെ ചൊവ്വാൽ ഇങ്ങനെ കഴിയും, പെട്ടെന്ന് കഴിയും. മനസ്സിലായില്ലേ? ഇപ്പൊ 2 കഴിഞ്ഞത് 3 അതങ്ങനെ പതുക്കെയാണ് തീർന്നു പോണത്, നമ്മൾ അറിയില്ല. അപ്പൊ അത് സകുടുംബം അതിലൊരു തീരുമാനം ഉണ്ടാക്കി പോകുന്ന രൂപം ഉണ്ടാകണം. അതുപോലെ തന്നെ അയ്യാമുൽ ബീള്, അബ്ദുല്ലാഹിബ്ൻ അംബർ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കുല്ലു ഷഹരിൻ 3 അയ്യാം ബിഹസ്ബിക അൻ തസൂമ കുല്ല ഷഹരിൻ 3 അയ്യാം. എല്ലാ മാസവും നീ 3 ദിവസം നോമ്പെടുക്കുക. ഫഇന്ന ലക ബികുല്ലി ഹസനത്തിൻ 10 അംസാലിഹാ ഫഇന്ന ദാലിക സിയാമുദ് ദഹ്രി കുല്ല. എന്താണ്? നിനക്ക് എല്ലാറ്റിനും 10 ഇരട്ടി പുണ്യമുണ്ട്, മാത്രല്ല വർഷം മുഴുവൻ നോമ്പെടുക്കുന്നത് പോലെയാണത്. എല്ലാ മാസം അയ്യാമുൽ ബീള് 13, 14, 15 അല്ലേ? അറബി മാസം 13, 14, 15 ആ ദിവസങ്ങളിൽ പ്രത്യേക നോമ്പെടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വർഷം മുഴുവൻ നോറ്റതുപോലെയാണ് എന്നാണ്. മാത്രമല്ല തിങ്കൾ വ്യാഴം പ്രത്യേകമുള്ളതാണ്. അപ്പോ ഇതെല്ലാം കൂടി നമുക്ക് എടുക്കാൻ കഴിയണവരുണ്ടാകും. ഇല്ലെങ്കിൽ മാസത്തിൽ ഒരു സുന്നത്ത് നോമ്പെങ്കിൽ എനിക്ക് വേണമെന്ന് വിചാരിക്കുക, അത് സ്ഥിരാക്കുക. 12 സുന്നത്ത് നോമ്പ്, അല്ലെങ്കിൽ മാസത്തിൽ 2 സുന്നത്ത് നോമ്പ്, അടുത്ത റമളാന്റെ മുമ്പ് 24 നോമ്പ്. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മള് മുഹറം മാസത്തിലെ ആശൂറ, താസുഅ പോലുള്ളത്, അറഫ നോമ്പൊക്കെ എടുക്കലുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇനിയൊരു നോമ്പ് എടുക്കണമെങ്കിൽ അടുത്ത റമളാൻ മാസം വരണം എന്നുള്ള ഒരവസ്ഥ ഒഴിവാക്കുക. 7ാമത്തെ കാര്യം എന്താ അറിയോ? 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയുക എന്നുള്ളതാണ്. ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയുക. നോക്കൂ നിങ്ങൾ, സുഫ്യാൻ സൗരി റഹിമഹുള്ള പറയാണ്, ഖറജ്തു മഅഹു യൗമ ഈദ്. സുഫ്യാൻ സൗരിയുടെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. അപ്പൊ അദ്ദേഹം കൂടെയുള്ള ആളുകളോട് പറയാം, ഇന്ന അവ്വല മാ നബ്ദഉ ബിഹി ഫീ യൗമിനാ ഹാദാ ഖൽദുൽ ബസർ. പെരുന്നാൾക്ക് അവരിങ്ങനെ ഒന്നിച്ച് സംഘടിതരായി ഒന്നിച്ചിങ്ങനെ വരികയാണ്. സംഘടിതമായി ഒന്നിച്ചു വരുന്നതൊക്കെ പുണ്യമുള്ള കാര്യമാണ്, സുന്നത്തായ കാര്യമാണ് കേട്ടോ. ചെറിയ ചെറിയ ശബ്ദത്തിൽ തക്ബീർ ചൊല്ലി ഒന്നിച്ചു വരുന്നത് ഇസ്ലാമികമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അപ്പോ നമ്മൾ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കണ്ണ് പൂട്ടുക എന്നുള്ളതാണ്. അദ്ദേഹം പറയാണ്, പെരുന്നാളിന്റെ ദിവസം നോമ്പ് കഴിഞ്ഞു, ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് കണ്ണ് പൂട്ടലാണ്. കണ്ണ് പൂട്ടുക എന്താ? തിന്മയിൽ നിന്ന് കണ്ണടക്കുക. തിന്മയിൽ നിന്ന് കണ്ണടച്ചാൽ തന്നെ ജീവിതം വലിയൊരർത്ഥത്തിൽ നന്മയിലേക്ക് എത്തും. കണ്ണാണ് തിന്മകളുടെ കേന്ദ്രം. കാഴ്ചയാണ് നമ്മുടെ മനസ്സിനെ ദുഷിപ്പിക്കുന്ന അടിസ്ഥാന സാധനം. അപ്പൊ അതിന് നിയന്ത്രണം ഇട്ടാൽ തന്നെ. അതുകൊണ്ട് സെൽഫോൺ യൂസേജിൽ പുതിയൊരു നയം റമദാൻ മാസത്തിന് ശേഷം നമുക്ക് വേണം. എന്റെ റമദാന്റെ മുമ്പുള്ള ആദ്യ ഖുത്ബയിൽ ഫോണിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ഇതുമായിട്ട് ചേർത്ത് ചിന്തിക്കുക. ഇനി സുഹൃത്തുക്കളെ, 8ാമത്തെ കാര്യം പറയാം. 8ാമത്തെ കാര്യം എന്താണ്? സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ്. സമയം ക്രമീകരിക്കുക. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഒരു ടൈം ഷെഡ്യൂൾ നമുക്ക് വേണം. എത്ര മണിക്ക് ഞാൻ എഴുന്നേൽക്കും, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും, ഇത്ര മണിക്ക് എന്റെ ജോലി സ്ഥലത്ത് ഞാൻ എത്തും, എന്റെ കട ഞാൻ തുറക്കും, ഇത്ര മണിക്ക് ഞാൻ അടക്കും, ഇത്ര മണിക്ക് അടക്കും തീരുമാനിച്ചാൽ അടക്കുക. അങ്ങനെ അടച്ചടച്ച് 12:30, 1 മണിക്കാവും എന്ന് ചില ആൾക്കാർ. നമ്മളിവിടെ കോവിഡ് കാലത്ത് ആകെ 2 മണിക്കൂർ തുറന്നൊന്നും നമുക്ക് കച്ചവടം കിട്ടിയിട്ടില്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയെന്നുള്ളതിനനുസരിച്ചാണ് ആൾക്കാർ. നമ്മൾ എങ്ങനെ ക്രമീകരിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങളും ഷെഡ്യൂൾ. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടുത്തെ കച്ചവടത്തിന്റെ ടൈറ്റൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയോ? ഇത് പറയുമ്പോ ആദ്യം എന്തെന്നറിയോ? പടച്ചോന്റെ മാർഗത്തിൽ ഹൈറ് കിട്ടാനാണ് ഈ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ആദ്യ ഹൃദയത്തിന്റെ ഉള്ളിൽ വേണം. ഇല്ലെങ്കിൽ നടക്കൂല, ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കൂല, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കൂല. ആ ബോധ്യത്തോടു കൂടെയാണെങ്കിൽ യാതൊരു പ്രശ്നമല്ല. പടച്ച റബ്ബ് നമുക്കതിൽ ഹൈറും ബർക്കത്തും ഒക്കെ പ്രദാനം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം, 9ാമത്തെ കാര്യം, അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഒരുമിച്ച് നിർവഹിക്കുക. എന്താ ഒരുമിച്ച് നിർവഹിക്കുക? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട് ഒന്നിച്ച് രാത്രി നിസ്കാരത്തിന് പരസ്പരം ഉണർത്തുക. എന്നാൽ നമുക്ക് സുന്നത്ത് നോമ്പ് എടുക്കല്ലേ എന്ന് ആലോചിച്ച് എല്ലാവരും ഒന്നിച്ച് സുന്നത്ത് നോമ്പ് എടുക്കുക. സ്ത്രീകൾക്കൊക്കെ ഒരുപാട് നോമ്പ് കൂട്ടാണ്ടാവും. നമുക്ക് ഒരു കറി വേണം, പിന്നെ അതിന്റെ കൂടെ ഒരു അഡീഷണൽ സാധനം വേണം, പിന്നെ അതിന്റെ കൂടെ അച്ചാർ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മളെ മുഖം തെളിയുള്ളൂ. ഈ നോമ്പ് നോറ്റി സ്ത്രീകൾ ഇതൊക്കെ ചെയ്യണം. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതെ അതൊക്കെ ഇപ്പൊ തീരുമാനം എടുത്താൽ നടക്കും. വീട്ടിലൊന്ന് ഒന്നിച്ചു കൂടിയിരുന്ന് നമുക്ക് ഇങ്ങനെ പോയാലോ, ഇന്ന് ഖുതുബയിൽ കേട്ടില്ലേ, ഇങ്ങനെ പോയാലോ എന്ന് ചിന്തിച്ചാൽ നടക്കും. മറ്റൊന്ന്, സംഘം ഇപ്പൊ എല്ലാ തിങ്കളാഴ്ചയും ജമാഅത്ത് നിസ്കാരത്തിന് വരുന്ന ആളുകൾക്ക് എല്ലാവരും നോമ്പ് വെച്ചിട്ട് വരുന്നു, നോമ്പ് തുറണ്ടാവും. ഇനി അടുത്ത റമദാനിലെ പള്ളിയിൽ നോമ്പ് തുറള്ളൊന്നും വേണ്ട. 2 കാരയ്ക്ക് 1 കഷ്ണം ബത്തൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് തുറയായി അല്ലേ? അതിവിടെ വെക്കണോണ്ട് 10-40 ആളുകൾക്ക്, 30 മുതൽ 40 ആളുകൾക്ക് എന്നും ജമാഅത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ. നോമ്പ് തുറക്ക് കിട്ടില്ലാറോ വലിയ കൂലി. അതിന്റെ പൈസ മുടക്കിയവർക്ക് മനുഷ്യന്മാരെ ജമാഅത്തിന് കിട്ടിയ കൂലിയാണ് കൂടുതൽ കിട്ടുക. മനസ്സിലായില്ലേ? നമുക്ക് അങ്ങനെ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ ആകാം. ഇത് നമ്മളൊരു സ്പേസ് ആണ്, നമുക്ക് അങ്ങനത്തെ എന്ത് തീരുമാനം എടുക്കാം, ഒരു പ്രശ്നമല്ല.
ഇവിടെ ഒരാൾ വലുത് ഒരാൾ ചെറുതെന്നൊന്നുമില്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് തീരുമാനിക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോകുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം രാവിലെ മുതൽ എടുക്കുകയാണെങ്കിൽ സ്വലാത്തുൽ ലൈൽ രാത്രി നിസ്കാരത്തിൽപ്പെട്ടതാണ്. റവാത്തിബ് സുന്നത്തുകൾ അതിൽപ്പെട്ടതാണ്, നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ളത്. അതുപോലെ തന്നെ ഖുർആൻ പാരായണം, ളുഹാ നിസ്കാരം, നിസ്കാരത്തിന് മുമ്പ് ശേഷമുള്ള ദിക്റുകൾ, അതുപോലെ തന്നെ സുബഹിന്റെ ശേഷം പള്ളിയിൽ കുറച്ചു നേരം ഇരിക്കൽ, ഉദയം കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് വരെ പള്ളിയിൽ ഇരുന്ന് എന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ വേണമെന്ന് തീരുമാനിക്കുക. അത് സ്ഥിരതയിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിജ്ഞാന അന്വേഷണം, അല്ലെ, നമുക്ക് ഖുർആനുമായുള്ള ബന്ധം ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഖുർആൻ പാരായണം ഉപേക്ഷിക്കാതിരിക്കുക. ഒരു ജുസ് ഓദീന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു 10 പേജ് ചുരുക്കേണ്ടി വരും, അല്ലെങ്കിൽ 3 പേജ് ചുരുക്കേണ്ടി വരും. ചില ആൾക്കാർക്ക് 1 പേജായിരിക്കും ഓതാൻ പറ്റുന്നത്. പക്ഷെ എന്നും 1 പേജ് ഓതുന്നു, 300 ചില്ലാനം ദിവസം കൊണ്ട് 300 ചില്ലാനം പേജ് തീരുന്നു. അത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല, അല്ലേ? അപ്പോ ഖുർആന്റെ പകുതി ഏകദേശം തീരും. ഒരു പേജ് ഫുള്ളായിട്ട് ഓതുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ടെങ്കിലും തീരണല്ലോ, അല്ലേ? ഒരു മാസം കൊണ്ട് പിന്നെ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ തീർത്ത ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. മക്കളുടെ പരിപാലനം, ഭാര്യമാരോടും ഭർത്താക്കന്മാരോടുമുള്ള ശരിയായ പ്രവർത്തനം, കുടുംബബന്ധം പുലർത്തൽ, സ്വതക്ക, ഇതൊക്കെ ഈ ഗണത്തിൽ പെട്ടതാണ്. അപ്പൊ വളരെ മാതൃകാപരമായ ഒരു സ്വതക്ക ഞാൻ പറയാം. ഞാൻ ഈ പള്ളിക്ക് കയറുമ്പോൾ അവിടെ നമ്മളെ ഒരു പ്രവർത്തകന്റെ ഒരു മോളോടങ്ങ് നിൽക്കുന്നുണ്ട്, ചെറിയൊരു പൊതിയും പോയിട്ട്. ഞാനതാണ് കൊണ്ടുവന്നിട്ട് കൊടുത്തത്. നമ്മളെ പള്ളിയുടെ വിപുലീകരണ ഫണ്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അവളെ വീട്ടിൽ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി വീട്ടിൽ തീരുമാനാക്കിയ കാര്യമാണ് എന്ത്, അവളുടെ കാതിലുള്ള 2 കമ്മലെടുത്തിട്ട് തന്നിരിക്കുകയാണ്. അള്ളാഹു അവൾക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. 2 കമ്മല്, 2 കുഞ്ഞു കമ്മൽ ഒരു കുട്ടിക്ക് എത്ര വലുതായിരിക്കും നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി. അപ്പോ ഞാൻ പറയണത് ഈ നിർമ്മാണ ഫണ്ട് വിജയിച്ചു എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 4-5 ലക്ഷം റുപ്യന്റെ ഓഫറൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എത്ര. പക്ഷെ 2 ഇതെടുത്തിട്ട് ഊരിയിട്ട് അവളൊരു ഇതിൽ പൊതിഞ്ഞിട്ട് എന്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നു. അള്ളാഹു ആ കുട്ടിയെ, കുടുംബത്തെ ഒക്കെ, അവരുടെ എല്ലാ വിഷമങ്ങളും, വ്യക്തിപരമായ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും, അതിൽ നിന്നൊക്കെ ഈ ഒരു സദഖ, അതിൽ നിന്നുള്ള മോചനത്തിന്റെ കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ പല ആളുകളും അങ്ങനെ നിയത്താക്കിയിട്ടുണ്ട്. ഒരു 5-6 ഘട്ടം കൊണ്ട് തരുന്ന ഒരു എമൗണ്ട് നമ്മളൊക്കെ നിയത്താക്കുക. ഒക്കെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പള്ളിയുടെ പണി തുടങ്ങാം. ഇത്രാം തീയതി തീർക്കാൻ നമ്മൾ ആരോട് പറഞ്ഞിട്ടില്ലല്ലോ. നമുക്കൊക്കെ എടുത്ത് തീർക്കാവുന്ന ഒരു സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത റമദാന്റെ മുമ്പ് തീർക്കാൻ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ ഫണ്ട് കളക്ഷൻ കേരളം മുഴുവൻ പിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ സുഹൃത്തിനു വേണ്ടിയിട്ടുള്ളതാണ്. സൗദി ജയിലിൽ അടക്കപ്പെട്ട് അദ്ദേഹം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാമിക നിയമത്തിലെ ഒരു കാരുണ്യാണത്. അദ്ദേഹത്തിന് വേണ്ടി പിരിക്കുന്നത് ഭയങ്കര ഒരു വലിയ പ്രശ്നമായിട്ട് ആളുകൾ പറയുന്നുണ്ട്, അല്ലേ? അതോടൊപ്പം ഇങ്ങനെ കൊടുത്താൽ മോചിപ്പിക്കാന്നുള്ളത് ഇസ്ലാമിലൊരു നിയമമാണ്. ഒരു കുട്ടി ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു, അവർക്ക് വേണമെങ്കിൽ അഫ്വ് ചെയ്യാം. അതൊക്കെ അവരുടെ ഹൃദയത്തിന്റെ വിശാലതയും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ചില ആളുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. കൊടുക്കാത്ത ആളുകൾക്ക് ഇപ്പോ UPID മുഴുവൻ ലോക്കാണ്. UPID ഇതിന് നല്ല ഒന്നിനും ട്രാൻസാക്ഷൻ പറ്റുന്നില്ല. ഇലക്ഷന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങളാണെന്നാണ് മനസ്സിലാകുന്നത്. മൊത്തം ആളുകളെ പൂട്ടാൻ വേണ്ടി ഫാസിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയ സാധനമാണെന്ന് പച്ചമലടുത്ത് പറയാം, മനസ്സിലായില്ലേ? അത് ഇതിനെയും കൂടി ബാധിക്കുന്നു എന്ന് മാത്രം. അപ്പൊ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന സഹോദരൻ ഉണ്ടാകണം. ഈ വലിയ സംഗതി അദ്ദേഹത്തിന് ഇസ്ലാമിനോട് ബഹുമാനം തോന്നാനുള്ള കാരണം ആക്കി അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാനുള്ള തൗഫീഖിന് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ ഫണ്ട് എല്ലാവരുടെയും കളക്ട് ചെയ്തിട്ട് നമ്മൾ ഒറ്റ എമൗണ്ട് ആയിട്ട് ഇൻഷാ അല്ലാഹ് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കും. ആ കാര്യത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവണം എന്ന് ഉണർത്തുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റമദാനിന്റെ ചൈതന്യം ജീവിതത്തിൽ പൂർണ്ണമായി പാലിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ربنا وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله على محمد.